ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്ന് നമുക്ക് ബിഗ് ബോസ് സീസൺ 6 ജാസ്മിൻ ജാഫറുടെ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് കണ്ടു നോക്കാം. ജാസ്മിൻ ജാഫറെ ഇഷ്ടപ്പെടുന്നവരും വെറുക്കുന്നവരും ഒക്കെ ഇഷ്ടംപോണക്കുള്ള ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ച് എനിക്ക് തോന്നിയ ഒരു കണ്ടന്റ്, ജാസ്മിൻ്റെ നല്ലൊരു ഭാവത്തിലുള്ള, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസിനകത്ത് നൈറ്റ് ഷിഫ്റ്റ് കോംബോ ഇല്ലായിരുന്നെങ്കിൽ ഒരുവിധം ജനം ആസ്വദിക്കാമായിരുന്ന ജാസ്മിൻ്റെ സ്വഭാവ രീതിയെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. കാരണം ഇപ്പം പ്രത്യേകിച്ച് ഗബ്രി ഇല്ലാത്തത് മൂലം എല്ലാവരുമായിട്ട് സമയം ചിലവാക്കുന്ന ജാസ്മിനെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇന്ന് ടിക്കറ്റ് ടു ഫിനാലയിൽ രണ്ടാം ദിവസം അവസാനിക്കുന്ന സമയം നൈറ്റിൽ ജാസ്മിനും ഋഷിയും കൂടെ ചേർന്ന് മെയിൻ ഗേറ്റിൻ്റെ അവിടെ ഇരുന്ന് ജാസ്മിൻ്റെ ടിക്കറ്റ് ടു ഫിനാലയിലെ സ്കോർ ബോർഡ് അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതിൽ തൻ്റെ ഫോട്ടോയെ നോക്കി ജാസ്മിൻ ഋഷിയോട് പറയുന്ന ഒരു സന്ദർഭമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പൊതുവെ വൈറലായ ഈ വീഡിയോ ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നു. അപ്പോൾ ജാസ്മിൻ തൻ്റെ വീഡിയോയിലെ ഒരു പോയിന്റ് നോക്കിയിട്ട് തന്നെത്താനെ സങ്കടപ്പെട്ട് ഋഷിയോട് പറയുന്ന ഈ സീൻ നമുക്കൊന്ന് കാണാം. എന്തോ ചെയ്യൂന്ന് പറയാ, എനിക്കത് കാണാൻ വയ്യ. നീ ആലോചിച്ച് നോക്കി, എല്ലാരും ഇങ്ങനെ ഉയർന്നു പോകുമ്പോ ഞാൻ ഒന്ന് ബോണസ് എന്നും പറഞ്ഞ ആദ്യത്തെ ഗെയിമില് ആദ്യത്തെ ഗെയിമില് എല്ലായിടത്തും ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഗെയിം അല്ലാതെ വേറെ എന്തെങ്കിലും കൊണ്ടുവരട്ടെന്ന്. വേറെ കൊണ്ടുവന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായേ അത് ചെയ്യാനുള്ള കഴിവില്ല. നീ അടുത്തതിലോ? അപ്പോൾ ജാസ്മിൻ്റെ ആത്മരോധനവും മുമ്പ് നടന്ന വാഴത്തോട്ടത്തിലെ പ്രേമലീലകളും അവസാനം പെങ്ങളുകുട്ടിയോടുള്ള സ്നേഹവും കണ്ട് മനം മടുത്ത ബിഗ് ബോസ് അവസാന ദിവസം പറയുന്ന രംഗമാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. ഒടുവിൽ പ്രേക്ഷക വിധി പ്രകാരം ഈ യുദ്ധഭൂമിയിൽ മുഴുവൻ സമയവും അദൃശ്യനായി നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന, നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ഈ ശബ്ദവും ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായിരിക്കുന്നു. ഇത് നിങ്ങളുടെ ബിഗ് ബോസ്. അപ്പോൾ തമാശ രീതിയിലുള്ള ജാസ്മിൻ്റെ ഈ സംസാര ശൈലി എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ താഴെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.